ഒറ്റയ്ക്കായാലും ഞാൻ ഹാപ്പിയാണ്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പെർഫോമൻസിൽ തൃപ്തിയാകാറില്ല. മഞ്ജു വാര്യർ മലയാളവും കടന്ന് ഇന്ന് തമിഴകത്തെ പ്രിയ താരമായി മാറിയിരിക്കുകയാണ്. സൂപ്പർ താര ചിത്രങ്ങൾ മഞ്ജുവിനെ തേടി തമിഴിൽ നിന്നും തുടരെ വരുന്നു. വേട്ടയാനാണ് നടിയുടെ പുതിയ സിനിമ. രജനീകാന്ത് നായകനാകുന്ന ചിത്രത്തിൽ മഞ്ജുവിനും ശ്രദ്ധേയമായ വേഷമാണെന്നാണ് സൂചന. വേട്ടയാനിലെ പ്രമോഷൻ തിരക്കുകളിലാണ് നടി. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ തന്റെ വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ. സന്തോഷിക്കാൻ തനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ടെന്ന് മഞ്ജു വാര്യർ പറയുന്നു. സന്തോഷിക്കാൻ വേണ്ടി ഒന്നിനും കാത്തിരിക്കേണ്ടതില്ല. പുറത്തുനിന്നുള്ള ഒരു കാര്യത്തിന്റെ സഹായം അതിന് വേണ്ട. എന്നെ സംബന്ധിച്ച് മ്യൂസിക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒപ്പം വേണം എന്നൊന്നുമില്ല. ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്കിരുന്നാലും ഞാൻ ഹാപ്പിയാണ്. ഇത് നല്ലതാണോ എന്നെനിക്കറിയില്ല. ഒന്നും ചെയ്യാതെ എത്ര നേരം വേണമെങ്കിലും എനിക്കിരിക്കാം. നമ്മൾ തന്നെ നമ്മളെ സന്തോഷമായി വെക്കണമെന്നും മഞ്ജു വാര്യർ ചൂണ്ടിക്കാട്ടി. രജനീകാന്തിനൊപ്പമുള്ള അനുഭവവും മഞ്ജു വാര്യർ പങ്കുവച്ചു. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ മണ്ടിയാകരുതെന്നുണ്ടായിരുന്നു. അതിനാൽ എന്ത് സംസാരിക്കണമെന്ന് ചിന്തിച്ചു. എന്നാൽ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് നന്നായി സംസാരിച്ചു. അസുരൻ കണ്ടിരുന്നെന്ന് പറഞ്ഞു. നിങ്ങൾ ബൈക്ക് ഓടിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അറിയുന്നതിൽ സന്തോഷം തോന്നി. മലയാള സിനിമകളെക്കുറിച്ചും മലയാള സിനിമാ ലോകത്തെ സുഹൃത്തുക്കളെക്കുറിച്ചും സംസാരിച്ചു. ഞാൻ എന്നെ തന്നെ ട്രോളായും വിമർശിക്കാറുമുണ്ട്. പാട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നാണ് തോന്നുന്നത്. അതെപ്പോഴും തനിക്ക് തോന്നാറുണ്ട്. ഞാൻ ചെയ്യുന്നതിൽ ഞാൻ സ്വയം സംതൃപ്തയല്ല. ഇനിയും നന്നായി ചെയ്യാനാണ് തോന്നാറെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി. വേട്ടയാനിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതേസമയം ഇതൊരു പൂർണ്ണ രജനീകാന്ത് ചിത്രമാണ്. ഡബ്ബിങ്ങിൽ എന്റെ ഭാഗങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. സിനിമ മുഴുവനായി കാണാൻ താൻ കാത്തിരിക്കുകയാണെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. വേട്ടയ്യന് ശേഷം വിടുതലൈ 2 ആണ് മഞ്ജുവിന്റെ വരാനിരിക്കുന്ന തമിഴ് സിനിമ. വിജയ് സേതുപതിയാണ് ചിത്രത്തിലെ നായകൻ. മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആര്യയും ഗൗതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ. മലയാളത്തിലെ എമ്പുരാൻ എന്ന സിനിമയും റിലീസ് ചെയ്യാനുണ്ട്. അസുരൻ, തുനിവ് എന്നിവയാണ് മഞ്ജുവിന്റെ ഇതുവരെ റിലീസ് ചെയ്ത തമിഴ് സിനിമകൾ. 2 സിനിമകളും വൻ വിജയം നേടി. വേട്ടയാനും ഹിറ്റായാൽ തമിഴകത്തെ വൻ താരമൂല്യമുള്ള നടിയായി മഞ്ജു വാര്യർ മാറും. ഒക്ടോബർ 10 വേട്ടയാൻ റിലീസ് ചെയ്യുന്നത്. ചിത്രം വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് രജനീകാന്ത് ആരാധകർ.